വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്സ്. പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൻ്റെ ചില ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റാഗ്രാം നെറ്റ്വർക്കിൻ്റെ ചില ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപോലെ വരുന്നതും ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിലെ പോലെ 3 ഫേസസും വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ വരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു ആ ഫേസസ്? സെറ്റപ്പ് ഫേസ്, ടിയർ ഡൗൺ ഫേസ്, ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് അല്ലേ. ആദ്യം ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്യുന്നു, ദെൻ ആ കണക്ഷനിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡാറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫേസ് ടിയർ ഡൗൺ ഫേസ്. അപ്പോൾ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിലുണ്ടായിരുന്ന ഈ 3 ഫേസും ഇതിൽ വരുന്നുണ്ട്, വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിലും വരുന്നുണ്ട്. വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ 3 ഫേസസാണ്: സെറ്റപ്പ് ഫേസ്, ടിയർ ഡൗൺ ഫേസ്, ഡാറ്റ ട്രാൻസ്ഫർ ഫേസ്. ദെൻ രണ്ടാമത് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിസോഴ്സിൻ്റെ അലോക്കേഷൻ. സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിൽ എങ്ങനെയായിരുന്നു റിസോഴ്സ് അലോക്കേഷൻ? സെറ്റപ്പ് ഫേസിൽ, അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? റിസോഴ്സസൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ വേണമെങ്കിൽ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ ചെയ്യാം. കൂടാതെ ഡാറ്റാഗ്രാം നെറ്റ്വർക്കിലെ പോലെ ഡിമാൻഡ് അനുസരിച്ച് ഓൺ ഡിമാൻഡ് ആയിട്ടും റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ ബോത്ത് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, റിസോഴ്സ് അലോക്കേഷൻ്റെ കേസിൽ. ഇതിൽ മൂന്നാമതായിട്ട് പറയുന്നത്, ഡാറ്റാഗ്രാം നെറ്റ്വർക്കിലെ പോലെ ഡാറ്റയെ പാക്കറ്റൈസ് ചെയ്യും. അതായത് ഡാറ്റേനെ പാക്കറ്റ്സ് ആയിട്ടാണ് മാറ്റുന്നത്. കൂടാതെ ഓരോ പാക്കറ്റിലും ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഹെഡറിൽ, പാക്കറ്റിൻ്റെ കൂടെയുള്ള ഹെഡർ പോർഷനിൽ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും, ഡാറ്റാഗ്രാം നെറ്റ്വർക്കിൽ പോലെ. ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിലെ പോലെ എല്ലാ പാക്കറ്റ്സും സെയിം പാത്താണ് ഫോളോ ചെയ്യുക. എന്നാൽ നമ്മൾ പഠിച്ച ഡാറ്റാഗ്രാം നെറ്റ്വർക്കിൽ എങ്ങനെയായിരുന്നു? എല്ലാ പാക്കറ്റും ഒരേ പാത്തല്ല ഫോളോ ചെയ്യുക അല്ലേ. ഓരോന്നും ഓരോ പാത്തിലൂടെയൊക്കെയാണ് പോവുക. എന്നിട്ട് ഡിസോർഡർ ആയിട്ടാണ് ഡെസ്റ്റിനേഷനിലെത്തുന്നത്. എന്നാൽ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിൽ അങ്ങനെയല്ല. വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിലും അങ്ങനെയല്ല വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? എല്ലാ പാക്കറ്റ്സും ഒരേ പാത്തിലൂടെ, സെയിം പാത്തിലൂടെയാണ് പോകുന്നത്. സെയിം പാത്താണ് എല്ലാ പാക്കറ്റും ഫോളോ ചെയ്യുന്നത്. ഇതിൽ അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലാണ്. എന്നാൽ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക് ഇതിലായിരുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഫിസിക്കൽ ലെയറിലാണ്. അതുപോലെ ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് ലെയറിലുമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ ഒരു നെറ്റ്വർക്കിൽ, അതായത് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൻ്റെ ഈ ഒരു എക്സാമ്പിളിൽ എന്തൊക്കെയുണ്ട്? സ്വിച്ചസ് ഉണ്ട്, എൻഡ് സിസ്റ്റംസ് ഉണ്ട് അല്ലേ. സ്വിച്ചസ് എന്തിനു വേണ്ടിയിട്ടാണ്? സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള ട്രാഫിക് അലൗ ചെയ്യാൻ വേണ്ടി, ട്രാഫിക് നടത്താൻ വേണ്ടി, ഡാറ്റ പാസേജിന് വേണ്ടി, ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയാണ് അതിനകത്തുള്ള സ്വിച്ചസ് വരുന്നത്. അതുപോലെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാവാം? എൻഡ് സിസ്റ്റം എന്നവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ആ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്തൊക്കെയാവാം? കമ്പ്യൂട്ടർ ആവാം, ഒരു സ്വിച്ച് ആവാം, അല്ലെങ്കിൽ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റേതെങ്കിലും ഡിവൈസസ് ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് വരുന്നത്. ദെൻ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ 2 തരം അഡ്രസ്സിങ് വരുന്നുണ്ട്. ഒന്ന് ഗ്ലോബൽ അഡ്രസ്സിങ്ങും മറ്റൊന്ന് ലോക്കൽ അഡ്രസ്സിങ്ങും. ലോക്കൽ അഡ്രസ്സിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ എന്നുള്ളത്. ഗ്ലോബൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഗ്ലോബൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കണം? ഒരു ഗ്ലോബൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അതായത് ആ അഡ്രസ്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സ്കോപ്പ് ആയിരിക്കും. അതായത് ആ നെറ്റ്വർക്കിന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു യുണീക്ക് അഡ്രസ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എന്നാൽ ഒരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനെന്തുണ്ടായിരിക്കണം? ഇൻ്റർനാഷണൽ സ്കോപ്പും ഉണ്ടായിരിക്കണം. എന്നാൽ ലോക്കൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ലോക്കലായിട്ടുള്ള കാര്യം, അതായത് അതിന് ആ സ്വിച്ച് സ്കോപ്പേ വരുന്നുള്ളൂ. ലോക്കൽ അഡ്രസ്സിന് പറയുന്ന മറ്റൊരു പേരാണ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ, അല്ലെങ്കിൽ VCI എന്ന് പറയും.
അതെന്ന് പറയുന്നത് ആ ഒരു ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫയർ. അതാണ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ. ഇത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ഐഡൻറ്റിഫയർ മാത്രമാണ് എന്ത് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അതിന് ഗ്ലോബൽ അഡ്രസ്സ് പോലെയല്ല, അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സ്വിച്ച് സ്കോപ്പാണ്. അതായത് ഒരു സ്വിച്ചിൽ മാത്രമാണ് അതിൻ്റെ സ്കോപ്പ് വരുന്നത്. അടുത്ത സ്വിച്ചിലെത്തുമ്പോൾ അതിൻ്റെ VCI മാറും, ഐഡൻറ്റിഫയർ മാറും. ഓക്കെ, അപ്പോൾ അത് ഒരു ഫ്രെയിമാണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് രണ്ട് സ്വിച്ചസിനിടയിൽ ഫ്രെയിം പാസ് ചെയ്യുമ്പോൾ അവിടെ വേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത് VCI എന്ന് പറയുന്നത്. ഒരു ഫ്രെയിം ഒരു സ്വിച്ചിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ഒരു VCI ഉണ്ടായിരിക്കും. അതായത് സ്വിച്ചിലേക്ക് വരുമ്പോൾ ഡാറ്റയുടെ കൂടെ അതിന് എന്തുണ്ടായിരിക്കും, ഒരു VCI ഉണ്ടായിരിക്കും, വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ ഉണ്ടായിരിക്കും. എന്നാൽ ആ സ്വിച്ചിൽ നിന്ന് അത് പാസ് ചെയ്ത് അടുത്ത സ്വിച്ചിലേക്ക് പോകുമ്പോൾ അതിന് വേറെ VCI ആണ്, ഒരു ഡിഫറെൻറ്റ് VCI ആണ് ഉണ്ടായിരിക്കുക. നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു സ്വിച്ചാണ് ആ പിങ്ക് കളറിൽ യെല്ലോ ബോക്സിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു ഫ്രെയിം വരികയാണ്. ഫ്രെയിമിൽ എന്താണുള്ളത്, ഡാറ്റയും ഉണ്ട്, ഒരു VCIയും ഉണ്ട്. 14 എന്നാണ് ഡാറ്റയുടെ കൂടെയുള്ള VCI, വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ. അതായത് ആ ഒരു ഫ്രെയിമിൻ്റെ ഒരു ഐഡൻറ്റിഫയർ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട ജസ്റ്റ് ഒരു ഐഡൻറ്റിഫയർ ആണ് എന്ത് ആ VCI ആയിട്ട് 14 എന്ന ഐഡൻറ്റിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അത് എന്ത് ചെയ്യുന്നു, ആ സ്വിച്ചിലേക്ക് എത്തുന്നു. ദെൻ സ്വിച്ചിലൂടെ ഒരു ഔട്ട് ഗോയിങ് പോർട്ടിലൂടെ, അതായത് നെക്സ്റ്റ് സ്വിച്ചിൻ്റെ ഒരു പോർട്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് സ്വിച്ചിന് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ VCI എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഡാറ്റയുടെ കൂടെ വരുന്ന VCI ഏതായി മാറി, 77 ആയി. 14 എന്നുണ്ടായിരുന്നത് സ്വിച്ചിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തായി, 77 ആയി മാറി. ഓക്കെ, അങ്ങനെയാണ് VCI വരുന്നത്. ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓരോ സ്വിച്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേബിൾ ഉണ്ടായിരിക്കും. അതിൽ ഇൻകമിങ് പോർട്ടും ഇൻകമിങ് VCIയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഔട്ട് ഗോയിങ് പോർട്ടും ഔട്ട് ഗോയിങ് VCIയും ഉണ്ടായിരിക്കും. ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ സ്വിച്ചിലേക്ക് വരുന്ന ഒന്നാമത്തെ പോർട്ടിലൂടെ ഇൻകമിങ് പോർട്ട് 1, അതിലൂടെ വരുന്ന ഫ്രെയിം, അതിലെന്തൊക്കെയാണുള്ളത്, ആദ്യത്തെ ഫ്രെയിം നോക്കൂ, ഡാറ്റയുണ്ട്. ആ ഡാറ്റയുടെ കൂടെയുള്ള VCI ഏതാണ്, 14 ആണ്. അത് ആ സ്വിച്ചിൻ്റെ ടേബിളിലും കാണിച്ചിട്ടുണ്ട്. VCI എന്താണ്, 14 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട് ഗോയിങ് പോർട്ട് ഏതാണ് ആ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്, 3 ആണ് അല്ലേ. അപ്പോൾ ആ സ്വിച്ച് എന്ത് ചെയ്യും, ആ വന്നിട്ടുള്ള 14 എന്ന VCI ഉള്ള ഫ്രെയിമിനെ എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ പോർട്ടിലൂടെ പുറത്തേക്ക് വിടുന്നു അല്ലേ. മൂന്നാമത്തെ പോർട്ടിലൂടെ അത് പോകുമ്പോൾ അതിൻ്റെ VCI എന്തായി മാറും, 22. ആ 22 എവിടെ നിന്ന് കിട്ടി, നമ്മുടെ ടേബിളിൽ നിന്ന് കിട്ടി, സ്വിച്ചിൻ്റെ ആ ടേബിളിൽ നിന്നാണ് കിട്ടിയത്. 22 എന്നായി മാറി. ഓക്കെ, ഇതേപോലെ ഓരോ സ്വിച്ചിനും ഓരോ ടേബിൾ ഉണ്ടായിരിക്കും. ഓരോ സ്വിച്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേബിൾ ഉണ്ടായിരിക്കും. സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡാറ്റ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇതിൽ 3 ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. 3 സ്വിച്ചാണ് കാണിച്ചിട്ടുള്ളത്. ആ 3 സ്വിച്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ടേബിളുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്വിച്ചിൽ A എന്നുള്ള സോഴ്സിൽ നിന്ന് B എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്കാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. അപ്പോൾ A എന്നുള്ള സോഴ്സിൽ നിന്ന് ആദ്യത്തെ സ്വിച്ചിലേക്ക് എത്തുന്നു. അപ്പോൾ 14 എന്നാണ് ഫ്രെയിമിൻ്റെ കൂടെയുള്ള VCI. ദെൻ 14 കഴിഞ്ഞാൽ അടുത്ത പോർട്ട് ഏതാണ്, പോർട്ട് നമ്പർ 3 ആണ്. പോർട്ട് നമ്പർ 3യിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ VCI 66 ആയി മാറി. ദെൻ ആ 66 വന്ന് നെക്സ്റ്റ് സ്വിച്ചിലെത്തി. ഫസ്റ്റ് പോർട്ടിലൂടെയാണ് വന്നത്. 66 എന്ന VCI ഉള്ള ഫ്രെയിം വന്നു. ആ സ്വിച്ചിൽ നിന്ന് ഔട്ട് ഗോയിങ് പോർട്ട് ഏതാണ്, 2 ആണ്. 2യിലൂടെ പോകുമ്പോൾ VCI എന്തായി മാറി, 22 ആയി മാറി. നിങ്ങൾ ആ ടേബിളും നോക്കണം, ഫ്രെയിമും നോക്കണം. ഓക്കെ, ആ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് VCI വരുന്നത്. 22 ആയി മാറി. ദെൻ 22 എന്നുള്ള 22 VCI വരുന്ന ഫ്രെയിം എന്ത് ചെയ്തു, സ്വിച്ചിലൂടെ നെക്സ്റ്റ് സ്വിച്ചിലേക്ക് പോയി. അതിൽ നിന്ന് ഔട്ട് ഗോയിങ് പോർട്ട് ഏതാണ്, ഔട്ട് ഗോയിങ് പോർട്ട് 3 ആണ്. 3 ഔട്ട് ഗോയിങ് പോർട്ടായി വരുന്ന ഫ്രെയിമിൻ്റെ VCI ഏതാണ് ടേബിളിൽ, 77 ആണ്. 77 പാസ് ചെയ്തു. അതെവിടെ എത്തി, B എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലെത്തി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള ഡാറ്റ ട്രാൻസ്ഫർ വരുന്നത് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ.